ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഇവിടെ നമുക്ക് ഓരോ കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിക്കാം. ഇവിടെ ഫസ്റ്റ് പോയിന്റ് നോക്കി, വെൻ ലൈറ്റ് ട്രാവൽ ത്രൂ എ സിംഗിൾ മീഡിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ലൈറ്റിൻ്റെ ചാപ്റ്റർ ആയതുകൊണ്ട് ലൈറ്റ് പലതരം മീഡിയത്തിൽ കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യും. 4 മീഡിയമാണ് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്: എയർ, ഗ്ലാസ്, വാട്ടർ, ഡയമണ്ട്. അപ്പോൾ ഈ ഒരു മീഡിയത്തിൽ കൂടെ ഉള്ള സ്പീഡ് ഓഫ് ലൈറ്റ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളത് പിന്നീട് പഠിക്കും. അപ്പോൾ ഒരു സിംഗിൾ മീഡിയം, അതായത് എയർ ആണെങ്കിൽ എയറിലൂടെ മാത്രമാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നു, വാട്ടർ ആണെങ്കിൽ വാട്ടറിലൂടെ മാത്രം, അങ്ങനെ ഏതെങ്കിലും ഒരു സിംഗിൾ മീഡിയത്തിൽ കൂടെ മാത്രമാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ആ ലൈറ്റിൻ്റെ പാത്ത് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അവിടെ വേറൊരു ചെരിവോ വളവോ ഒന്നും ഉണ്ടായിരിക്കില്ല. അതൊരു സിംഗിൾ മീഡിയമാണ്. സിംഗിൾ മീഡിയത്തിൽ കൂടെ മാത്രമാണ് ലൈറ്റ് പാസ് ചെയ്യുന്നതെങ്കിൽ ആ ലൈറ്റിൻ്റെ പാത്ത് എന്ന് പറയുന്നത്, ആ പോണ വഴി എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എന്നാൽ അടുത്ത പോയിന്റ് നോക്കിയേ, എ റേ ഓഫ് ലൈറ്റ് അണ്ടർഗോസ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വളവോ ചെരിവോ അറ്റ് ദ സർഫേസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഓൾറെഡി 2 മീഡിയത്തിൻ്റെ പ്രസൻസ് ഉണ്ട് നമുക്ക് മനസ്സിലാവാം. വെൻ ഇറ്റ് എൻഡേഴ്സ് ഒബ്ലിക്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരിഞ്ഞ്, അതായത് നേരെ വന്ന് വീഴുന്ന ലൈറ്റിന് പകരം ചെരിഞ്ഞിട്ടാണ് ഒരു ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലോട്ട് കടക്കുന്നതെങ്കിൽ ആ സർഫേസ് ഓഫ് സെപ്പറേഷൻ, ഇപ്പോൾ 2 മീഡിയം ഉണ്ടെന്ന് വയ്ക്കുക, നമ്മളൊന്ന് പിന്നീട് എക്സാമ്പിളിലേക്ക് പോവും, എയറും വാട്ടറും. അപ്പോൾ അത് 2 മീഡിയമാണ്. അപ്പോൾ എയറിനെയും വാട്ടറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ സർഫേസ് ഓഫ് സെപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഈ ലൈറ്റ് കടക്കുമ്പോൾ ആ ലൈറ്റിൻ്റെ പാത്തിന് ചെറിയൊരു വളവ് നമുക്ക് കാണുന്നതായിട്ട് തോന്നാം, ചെറിയൊരു വളവ് നമുക്ക് അനുഭവപ്പെടാം. ആ ഒരു പ്രക്രിയയാണ്, ആ ഒരു ഫിനോമിനയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ 2 മീഡിയം ഉണ്ടായിരിക്കും, 2 മീഡിയത്തിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കും, സർഫേസ് ഓഫ് സെപ്പറേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ലൈറ്റ് വന്ന് വീഴുന്നത് ഒബ്ലിക്ലി, ചെരിഞ്ഞിട്ട് വേണം വീഴാൻ. എന്നാൽ അടുത്ത പോയിന്റ് നോക്കിയേ, ദർ വിൽ ബി നോ ഡീവിയേഷൻ ഇൻ ദ പാത്ത് വെൻ ഇറ്റ് ഇൻസിഡൻറ്റ് നോർമലി. ഇനി ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് ലൈറ്റ് വന്ന് വീഴുന്നത് നേരെയാണെങ്കിൽ അവിടെ ഒരു ഡീവിയേഷൻ ഉണ്ടാവില്ല, നേരെ തന്നെ കടന്നു പോകും. ചെരിഞ്ഞ് വീഴാണെങ്കിൽ മാത്രമേ ഒരു പാത്തിന് ചെറിയൊരു വളവ് നമുക്ക് അനുഭവപ്പെടുന്നുള്ളൂ. ഒരു ഫിഗർ നോക്കി, ഈ ഒരു സ്ട്രോ ലെമണേഡ് അഥവാ നാരങ്ങ നീരിൽ മുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 തരം മീഡിയം ഉണ്ട്, നമുക്കറിയാം, എയറും ഉണ്ട് വാട്ടറും ഉണ്ട്. അപ്പോൾ ഈ മീഡിയത്തിൽ കൂടെ, അതായത് എയറിൽ നിന്ന് ഈ സ്ട്രോ വാട്ടറിലോട്ട് വെക്കുമ്പോൾ ആ സർഫേസ് ഓഫ് സെപ്പറേഷനിൽ ഒരു ചെറിയൊരു ബെൻഡ് അഥവാ ആ സ്ട്രോ ഒടിഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഈ ലൈറ്റ് റേ സ്ട്രോയിൽ തട്ടിയിട്ട് പലതരം മീഡിയത്തിൽ കൂടെ കടന്നു പോയിട്ടാണ് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് ആ സ്ട്രോ ഒടിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ശരിക്കും ആ സ്ട്രോ നേരെ തന്നെയാണ് ഇരിക്കുന്നത്, എന്നാൽ ലൈറ്റിൻ്റെ ആ ഒരു പ്രത്യേകത മൂലമാണ് ആ സ്ട്രോ ഒടിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു ലെമണേഡ് തന്നിട്ട് അല്ലെങ്കിൽ ഗ്ലാസ്സിൽ സ്ട്രോ മുക്കി വെച്ചിരിക്കുന്നു, ആ സ്ട്രോ ചെരിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്, റീസൺ ബിഹൈൻഡ് ദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഇവിടെ നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങൾ തന്നെയാണ്. അതായത് എയറിൽ നിന്ന് വാട്ടറിലോട്ട് ചെരിഞ്ഞ് ഒരു ലൈറ്റ് റേ കിടക്കുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് ആർ ദ മീഡിയം ത്രൂ വിച്ച് ലൈറ്റ് ട്രാവൽ. ട്രഫിൽ കൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ആ 2 മീഡിയത്തിൻ്റെ പേര് ഏതൊക്കെയാണ്? 2 മീഡിയം എയറും വാട്ടറും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൗ വിൽ ദ പാത്ത് ഓഫ് ലൈറ്റ് റേ ബി വെൻ ഇറ്റ് പാസസ് ത്രൂ ഓൺലി 1 മീഡിയം. ഒരു മീഡിയത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ലൈറ്റിൻ്റെ പാത്ത് എങ്ങനെയുള്ളതായിരിക്കും? ദ പാത്ത് ഓഫ് ലൈറ്റ് വിൽ ബി ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു മീഡിയത്തിൽ കൂടെ അല്ലാതെ ഒരു സിംഗിൾ മീഡിയത്തോട് കടന്നു പോകുമ്പോൾ ലൈറ്റിൻ്റെ പാത്ത് എപ്പോഴും എങ്ങനെയായിരിക്കും? അത് സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. അടുത്ത് നോക്കിയേ, ഈസ് ദർ എനി ഡീവിയേഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് റേ ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് എൻഡേഴ്സ് ഒബ്ലിക്ലി ഫ്രം 1 മീഡിയം ടു അനദർ. ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലോട്ട് ചെരിഞ്ഞ് ലൈറ്റ് റേ കടക്കുകയാണെങ്കിൽ അവിടെ ഡീവിയേഷൻ നടക്കും, ഉറപ്പായിട്ടും അവിടെ ഡീവിയേഷൻ നടന്നിരിക്കും. ഇനി വേർ ഡസ് ദ റേ ഓഫ് ലൈറ്റ് അണ്ടർഗോസ് എ ചേഞ്ച് ഇൻ ഡയറക്ഷൻ. കണ്ട, ആ റേ ഓഫ് ലൈറ്റിൻ്റെ ആ ഒരു ചെരിവ് എവിടെ വെച്ച് നമുക്ക് കാണാം? സർഫേസ് ഓഫ് സെപ്പറേഷൻ അല്ലെങ്കിൽ വാട്ടർ സർഫേസിൽ. എയറും വാട്ടറും തമ്മിലാണല്ലോ ആ ഒരു സെപ്പറേഷൻ വരുന്നത്, അതുകൊണ്ട് വാട്ടർ സർഫേസിലായിരിക്കും. ഇനി അടുത്തൊരു ഡയഗ്രാം നോക്കിയേ, ഈ ഡയഗ്രാമത്തിൽ ചോദിച്ചേക്കുന്നത് ഇവിടെ റേ ഓഫ് ലൈറ്റിന് വല്ല ഡീവിയേഷൻ നടക്കൂ? പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നേരെ വന്ന് ലൈറ്റ് റേ 2 മീഡിയത്തിലോട്ടായിട്ട് വീണിട്ട് ഇവിടെ എന്തെങ്കിലും ഡീവിയേഷൻ നടക്കുമെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡീവിയേഷൻ നടക്കില്ല. കാരണം എന്താണ്? ഇത് നോർമലായിട്ടാണ് ഈ ലൈറ്റ് റേ വന്ന് വീണേക്കുന്നത്, ചെരിഞ്ഞിട്ടല്ല. അതുകൊണ്ട് ദർ ഈസ് നോ ഡീവിയേഷൻ ടേക്ക് പ്ലേസ്.
നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ മീഡിയത്തിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ എത്ര സ്പീഡിലാണ് ഈ ലൈറ്റ് കടന്നു പോവുക. എയർ അഥവാ വാക്വം, ആദ്യത്തെ മീഡിയാണ് എയർ ഓർ വാക്വം. വാക്വം എന്ന് പറഞ്ഞാലും ശൂന്യത. ഈ എയറിൽ കൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് സ്പീഡിലാണ് കടന്നു പോവുക. അതുപോലെ തന്നെ വാട്ടറിലാണെങ്കിൽ 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഗ്ലാസ്സിലാണെങ്കിൽ 2 × 10⁸ മീറ്റർ/സെക്കൻഡ്. അതുപോലെ ഡയമണ്ടിൽ 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പോൾ 4 മീഡിയം, ആ മീഡിയത്തിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോഴുള്ള ആ ലൈറ്റിൻ്റെ സ്പീഡ് ഇത് പഠിക്കേണ്ടതാണ്. നമുക്കിവിടെ പുതിയൊരു ടേം പഠിക്കാം, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടേമാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ മീഡിയത്തിലും ഓരോ സ്പീഡ് ഓഫ് ലൈറ്റാണ് കാണിക്കുന്നത്. അതായത് എല്ലാ മീഡിയത്തിലും ഒരുപോലെ അല്ല ലൈറ്റിൻ്റെ സ്പീഡ്. അതിൻ്റെ കാരണം ഈ മീഡിയത്തിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വരുന്ന വ്യത്യാസമാണ് ഈ സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ വ്യത്യസ്തതയ്ക്ക് കാരണം. അതായത് എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദ മീഡിയം ഈസ് ഇറ്റ്സ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒരു മീഡിയത്തിൽ കൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ആ മീഡിയത്തിന് ലൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളൊരു കഴിവ്. ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ കൂടെ കടന്നുപോയി, അപ്പോൾ ഗ്ലാസ് എന്ന് പറഞ്ഞ മീഡിയത്തിന് ആ ലൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ദാറ്റ് മീഡിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പീഡ് ഓഫ് ലൈറ്റും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുമായിട്ടുള്ള റിലേഷനാണ്. ഏത് മീഡിയത്തിൽ കൂടെയാണോ ലൈറ്റ് വേഗത്തിൽ സഞ്ചരിക്കുന്നത് ആ മീഡിയത്തിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞത് കുറവായിരിക്കും. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ലൈറ്റിൻ്റെ സ്പീഡ് കൂടി നിൽക്കുകയാണെങ്കിൽ ആ മീഡിയത്തിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞു നിൽക്കും. ഒന്ന് കൂടുമ്പോൾ അടുത്തത് കുറയും. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. നമുക്ക് എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട് ഇതിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈറ്റ് വേഗത്തിൽ സഞ്ചരിക്കുന്നത് നമുക്കറിയാം ഏതാണ്? എയറിലാണ്, അതല്ലേ? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് വേഗതയിലാണ് എയറിൽ കൂടെ ലൈറ്റ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്തായിരിക്കും? ഏറ്റവും കുറവുള്ളത്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കുറവുള്ള മീഡിയം ചോദിച്ചാൽ ഏതായിരിക്കും? എയർ ആയിരിക്കും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എയറിൽ ഏറ്റവും കുറവായിരിക്കും. അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് എയറിൽ കൂടുതലായിരിക്കും. അപ്പോൾ എയർ എന്ന് പറഞ്ഞ മീഡിയത്തിൽ ലൈറ്റിൻ്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കുറവുള്ളത് എയറിലായിരിക്കും. ഇനി സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കുറവുള്ളത് ഏതിലാണ്? ഡയമണ്ടിലാണ്. ഈ ഫിഗർ അനുസരിച്ച് സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞത് ഡയമണ്ടിൽ ഏറ്റവും കുറവാണ്, അല്ലേ? ഏറ്റവും കുറവ് സ്പീഡ് ഓഫ് ലൈറ്റ് ആണെങ്കിൽ ഈ ഡയമണ്ടിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എങ്ങനെ ഇരിക്കും? ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് കൂടിയിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിനോടനുബന്ധിച്ചിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, അറേഞ്ച് ദ മീഡിയം ഇൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഇവിടെ ഇൻക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുത് തൊട്ട് വലുത് വരെ. അപ്പോൾ ഏറ്റവും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയം എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കൂടുതലുള്ള മീഡിയമാണ്. നമ്മൾ ആ ഒരു ടേബിൾ കാണാപ്പാടം പഠിച്ചു വയ്ക്കാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ എയറിനാണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഏറ്റവും കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വരുന്നത് ഏതിനാണ്? എയറിനാണ്. അപ്പോൾ ഏറ്റവും കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വരുന്നത് എയറിനാണ്. പിന്നെ എയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എയറിന് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് സ്പീഡെങ്കിൽ പിന്നെ വാട്ടറിനാണ് 2.25 വരുന്നത്. അപ്പോൾ വാട്ടറാണ് അടുത്തത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളത്. പിന്നെ വരുന്നത് ഗ്ലാസ്സിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ വരുന്നത്. ഏറ്റവും കൂടുതൽ വരുന്നത് ഏതിനാണ്? ഡയമണ്ട്. ഇവിടെ ചെറുത് മുതൽ വലുത് വരെ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറുത് എയറിനാണ്. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ കൂടുതലായിരിക്കും. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ സ്പീഡ് ഓഫ് ലൈറ്റ് എങ്ങനെയായിരിക്കും? ഇവിടുത്തെ സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടി നിൽക്കുന്നത്. ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞു നിൽക്കുന്നു. ഇത് തെറ്റരുത്, ഒരു വിധത്തിലും തെറ്റരുത്, നന്നായി പഠിക്കുക. നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഈസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞത്, ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. അതായത് തെറ്റരുത്, ആദ്യം വരുന്നത് വാക്വത്തിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. നമുക്കറിയാം വാക്വത്തിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സ്മോൾ ലെറ്റർ എൻ വെച്ചിട്ടാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റെപ്രസെൻറ്റ് ചെയ്യുക.
അപ്പോൾ സി എന്ന് പറഞ്ഞത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഇപ്പോൾ എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി എന്ന് പറഞ്ഞൊരു ഫോർമുല നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിനോടനുബന്ധിച്ചുള്ള പ്രോബ്ലംസ് ഉണ്ട്. ക്വസ്റ്റ്യൻ നോക്കി, കാൽക്കുലേറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ. ഇവിടെ എയർ എന്ന് പറഞ്ഞ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എൻ എന്ന് പറഞ്ഞ ആ ഒരു ലെറ്റർ, സ്മോൾ ലെറ്റർ എൻ വെച്ചിട്ടാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി എന്ന് പറഞ്ഞ ഫോർമുല. ആദ്യം വരുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം എന്താണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് അല്ലേ? ഇനി എന്താണ് പറഞ്ഞത്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഇവിടുത്തെ മീഡിയം എയർ ആയതുകൊണ്ട് അതിൻ്റെ ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞതും എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് വെട്ടിപ്പോയി ഈസ് ഈക്വൽ ടു 1 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ തന്നു കഴിഞ്ഞാൽ എത്രയാണ്? 1 ആണ്. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് തരാം, വാട്ടർ തരാം. ഇത് കാണാപ്പാഠം പഠിച്ചിരിക്കണം. നേരത്തെ നമ്മൾ സ്പീഡ് ഓഫ് ലൈറ്റ് കാണാപ്പാഠം പഠിച്ച പോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഓരോ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും നമ്മൾ അറിഞ്ഞിരിക്കണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ ഇങ്ങനെ ചെയ്യുക, എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി. സി എന്ന് പറഞ്ഞത് സി എല്ലായിടത്തും ഒന്നാണ്, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം. അപ്പോൾ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് സി വരുന്നത്, ഡിവൈഡഡ് ബൈ വി എന്ന് പറഞ്ഞത് ആ മീഡിയത്തിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് ഏതാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ വെട്ടുമ്പോൾ 1 എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്ത നോക്കിയ ഗ്ലാസ്. ഗ്ലാസിൻ്റെയും നമ്മൾ ആദ്യം തന്നെ സി എന്ന് പറഞ്ഞത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്, ഡിവൈഡഡ് ബൈ വി എന്ന് പറഞ്ഞത് ഗ്ലാസിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ്, ഗ്ലാസ്സിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡ്, ദാറ്റ് ഈസ് 2 × 10⁸ മീറ്റർ/സെക്കൻഡ്. ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.5 ആണ്. 1.5. ഇനി വാട്ടറിൻ്റെ ആണെങ്കിലോ ഇതേപോലെ തന്നെ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ഡിവൈഡഡ് ബൈ 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. എത്ര കിട്ടും? 1.33. കാണാപ്പാഠം പഠിച്ചിരിക്കണം. ഇത് ചെയ്തിട്ട് നിൽക്കാനൊന്നും നോക്കണ്ട. ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓരോ മീഡിയത്തിനും കാണാപ്പാഠം പഠിച്ചിരിക്കുക. ഡയമണ്ട് ആണെങ്കിലോ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ഡിവൈഡഡ് ബൈ 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പോൾ 2.4 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ എയറിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ് പഠിച്ചിരിക്കുക. ഗ്ലാസിൻ്റെ 2 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നത് 1.5. വാട്ടറിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നത് 1.33. ഡയമണ്ടിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നത് 2.4. ഇത്രയും ഈ 2 കാര്യങ്ങളും പഠിച്ചിരിക്കണം. പിന്നെ ഇതെന്ന് പറഞ്ഞത് എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി എന്ന് പറഞ്ഞ ഫോർമുലയിലാണ് നമ്മൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സി എന്ന് പറഞ്ഞത് മാറുന്നില്ല, അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ് സി എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് എല്ലാത്തിലും മുകളിൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് വന്നേക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഡയമണ്ട് ഈസ് 2.4. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഓരോ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സ്പീഡ് ഓഫ് ലൈറ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ക്വസ്റ്റ്യൻസിനൊക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കിത് ചെയ്തു വരുമ്പോൾ ഒരുപാട് സമയം പോകും. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ ഡയമണ്ട് എന്ന് പറഞ്ഞ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് തന്നേക്കുന്നത് 2.4 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് പാസസ് ത്രൂ ഇറ്റ്? അതിലൂടെ പോകുന്ന ലൈറ്റിൻ്റെ സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ സാധാരണ പോലെ തന്നെ നമ്മൾ എൻ എന്ന് പറഞ്ഞത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ സൂചിപ്പിക്കാനാണ് സ്മോൾ ലെറ്റർ എൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. എൻ ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ വി. ഇവിടെ നമുക്ക് തന്നേക്കുന്നത് എന്തൊക്കെയാണ്? വി തന്നിട്ട് എൻ തന്നിട്ടുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞത് 2.4 ആണ് തന്നിട്ടുണ്ട് ഇല്ലേ? സി നമുക്കറിയാം ഏതാണ്? ലൈറ്റിൻ്റെ സ്പീഡ്, വാക്കത്തിൽ കൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡ് അത് മാറുന്നില്ല, 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്നത് മീഡിയത്തിൽ കൂടിയുള്ള ഡയമണ്ടാണ് ഇവിടുത്തെ മീഡിയം, അതിലൂടെ പോകുന്ന ലൈറ്റിൻ്റെ സ്പീഡ് അതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ബി ഇവിടെ കണ്ടുപിടിക്കണം. ബി കണ്ടുപിടിക്കണമെങ്കിൽ ബീനെ നേരെ മുകളിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു 3 × 10⁸ ഡിവൈഡഡ് ബൈ 2.4 എന്ന് കിട്ടും. ഇവിടെ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട് അറിയുന്നവർക്ക് സുഖമായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് എഴുതാൻ പറ്റും. അല്ലാത്തവർ ഇത് ചെയ്യേണ്ടി വരും. ഇതെങ്ങനെ ചെയ്യും? അതായത്
ഈ 3 ഇൻറ്റു 10⁸ ഡിവൈഡഡ് ബൈ 2.4 3ൻ്റെ ടേബിളിൽ വെട്ടുമ്പോൾ 0.8 എന്ന് കിട്ടും. അപ്പോൾ 1 ഇൻറ്റു 10⁸ ഡിവൈഡഡ് ബൈ 0.8 ഈ പോയിൻ്റ് മാറ്റാൻ വേണ്ടി ഇവിടെ 10ന് ഇവിടെ ഒരു 0 ചേർത്ത് കൊടുക്കണം. അപ്പോൾ 10 ഇൻറ്റു 10⁸ ബൈ 8 എന്ന് കിട്ടും. ഇനി 10 ഡിവൈഡഡ് ബൈ 8 എത്രയാണ്? 1 8 after 9 2 0 2 8 are 16 4 0 5 5 ഇൻറ്റു 8 40 അങ്ങനെയും 1.25 ഇൻറ്റു 10⁸ ഇവിടെ 10⁸ ഉണ്ട് മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇത് കാണാപ്പാഠം പഠിച്ചിരിക്കുക. ഇനി നമുക്ക് സ്പീഡ് ഓഫ് ലൈറ്റും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള റിലേഷൻ നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചു സ്പീഡ് ഓഫ് ലൈറ്റും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുമായിട്ടുള്ള റിലേഷൻ. ഏത് മീഡിയത്തിലാണോ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലായിട്ട് നിൽക്കുന്നത് ആ മീഡിയത്തിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായിരിക്കും. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഏത് മീഡിയത്തിലാണോ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലായിട്ട് നിൽക്കുന്നത് ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഒന്ന് കൂടി നിൽക്കുമ്പോൾ മറ്റേത് കുറഞ്ഞു നിൽക്കും. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഹാസ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. രണ്ട് മീഡിയം തന്നിട്ടുണ്ട്, വാട്ടറും എയറും. ഇതിലേതിലാണ് കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്ന മീഡിയം? അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറിയുന്നതാണെങ്കിൽ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാം. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1ഉം വാട്ടറിൻ്റെ എന്ന് പറഞ്ഞത് 1.33. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ്? വാട്ടറിനായിരിക്കും ഇവിടെ ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എയറിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞത് 3 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി വാട്ടറിൻ്റെ ആണെങ്കിലോ 2.25 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇനി സ്പീഡ് ഓഫ് ലൈറ്റും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള റിലേഷൻ ഏതിലാണോ ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരണമെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് കുറഞ്ഞു നിൽക്കണം. ഏതിലാണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കുറഞ്ഞ് നിൽക്കുന്നത്? വാട്ടറിൽ. അപ്പോൾ ഇതിലായിരിക്കും ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ സ്പീഡ് ഓഫ് ലൈറ്റും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും ഒരു മീഡിയത്തിൽ. ഇതേപോലെ തന്നെ സ്പീഡ് ഓഫ് ലൈറ്റും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അവിടെയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഒരെണ്ണം മീഡിയത്തിൽ കൂടുമ്പോൾ മറ്റേത് മീഡിയത്തിൽ കുറഞ്ഞു നിൽക്കും. എന്നാൽ ഈ രണ്ട് സംഭവങ്ങൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനോട്. അതായത് ഒരു മീഡിയത്തിലെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടി നിൽക്കുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടി നിൽക്കും. അതുപോലെ തന്നെ ഒരു മീഡിയത്തിലെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയുകയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കുറയും. അതാണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യണേ.